എന്റെ പേര് ദാമോദരൻ നമ്പൂരിന്നാ. ഇതെന്റെ മോളാ ഗായത്രി. അയ്യർ സാർ തന്നയച്ചതാ. ഇരിക്കൂ. അയ്യർ സാറ് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് ഇങ്ങനൊരാളാവും തീരെ പ്രതീക്ഷിച്ചില്ല. എന്തേ അറബി ഭാഷയോട് ഇത്രയ്ക്ക് താല്പര്യം തോന്നാൻ? ജോലി കിട്ടാൻ എളുപ്പമുണ്ടെന്ന് പറഞ്ഞത് കേട്ടാ തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോ ഒരു ഹരായി. പാസ്സാകാനുള്ള മാത്രമല്ല, കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. കുട്ടിയുടെ നിർബന്ധമായിരുന്നു. അവക്കാര്യത്തിന് മുറുമുറുപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ വിദ്യയല്ലേ സരസ്വതിയല്ലേ വെച്ചിട്ട് ഞാൻ തടഞ്ഞില്ല. അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ ആളെ വെച്ചോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് എനിക്കിപ്പോ അറിയില്ല. ഈ ജോലി കിട്ടിച്ച ഒരാശ്വാസമായിരുന്നു. ഇല്ലത്തെ കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേൽ ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ല കുട്ടി. അയ്യർ സാറിന്റെ ആളല്ലേ. ഈശ്വരൻ എനിക്ക് തന്നത് 5 പെൺകുട്ടികളെ. മൂത്ത 2 ആളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. പഠിപ്പില്ലാഞ്ഞിട്ടോ സൗന്ദര്യമില്ലാഞ്ഞിട്ടോ അല്ല. ചോദിക്കണതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടോ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാ പറയാ. ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാധന. പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ മതിയെന്ന് പറയാൻ കഴിഞ്ഞില്ല. കടം മേടിച്ചു ഒരേടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് ഒടുവിൽ അവരാ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. അച്ഛന്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് കുട്ടികൾ എന്നെ രക്ഷിച്ചതാണ്. ഏതായാലും നമുക്ക് ഹാജിയാരെ ഒന്ന് കാണാം. നമ്മുടെ അയ്യർ സാർ പറഞ്ഞയച്ചതാ. ഇത് ഗായത്രി, ഇദ്ദേഹം ദാമോദരൻ നമ്പൂരി. ആയിരിക്കും. ശരി. എന്തേ വിശേഷിച്ച്? അറബി മാഷിന്റെ ഒഴിവിലേക്ക് ആരും ആയില്ലല്ലോ. ഇല്ല. എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി. അല്ല മാഷേ, ഇത് അതിനുള്ള പരീക്ഷയൊക്കെ പാസ്സായിട്ടുള്ള ആള് തന്നെയാ. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് മോളെ. വേണ്ട, മാഷ് പറഞ്ഞാ പിന്നെ ഞമ്മക്കതിൽ അപ്പീലില്ല. പറ്റാത്തൊരാൾക്ക് വേണ്ടി മാഷ് പറയൂല എന്ന് ഞമ്മക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഇങ്ങനൊരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ്. അതുകൊണ്ട് ചോദിച്ചതാ. അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ്. മലയാളം, സംസ്കൃതം, തെലുങ്ക്, തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ അതിനെ ഒരു മതത്തിൽ ഒതുക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് നമ്മളും പറയണത്. പക്ഷെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ തിരിയണ്ടേ? ഇതൊരു തുടക്കമാവട്ടെ. അതും ഹാജിയുടെ ഭാഗത്തു നിന്നാവുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല. അല്ലെങ്കിലും നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ. ഇന്നാട്ടിൽ ആദ്യമായിട്ട് മുടി വളർത്തിയത് നമ്മുടെ ഉപ്പാപ്പയാണ്. അന്നൊരു മുസൽമാൻ മുടി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റാ. എന്തായാലും മാഷി പറഞ്ഞു പോലെ ഇതൊരു തുടക്കാട്ടെ. എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളി. പുണ്യുണ്ടാവും. ഒന്നും തരാനില്ല. മനസ്സ് നിറഞ്ഞുള്ള പ്രാർത്ഥന എന്നും ഉണ്ടാവും. സുബ്രഹ്മണ്യര് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ചെന്നെ. പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണേന് എനിക്ക് വിരോധമില്ല. അല്ലാച്ചാ വലിയ ബുദ്ധിമുട്ടാ. കുട്ടീന്ന് അങ്ങനത്തെ അനിഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാ ഞാൻ വളർത്തിയിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത്. അറിയാം. എന്നാ ഞാൻ വൈകിക്കില്ല. ഇരുട്ടുന്നതിന് മുമ്പ് എത്താലോ. അങ്ങനെ ആയിക്കോട്ടെ. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. വിശ്വസിച്ച് നിർത്തിയിട്ട് പോവാൻ വേറെ ഇടമില്ലാഞ്ഞിട്ടാ.
ഇത് വെച്ചോളൂ. എന്തെങ്കിലും അല്ലറ അത്യാവശ്യം ഉണ്ടാവും. വേണ്ട, ഇത് അച്ഛൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അത്യാവശ്യത്തിനുള്ള കുറച്ച് തുക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സാരല്ല, ഒറ്റയ്ക്ക് നിൽക്കണല്ലേ, വെച്ചോളൂ. കുറുപ്പമ്മാമന്റെ തങ്ക കുട്ടിയല്ലേ, വേഗം ഊണ് കഴിക്കും. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. വെറുതെ വാശി പിടിക്കല്ലേ മോളെ. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. ദേ നോക്കിയേ, മോക്ക് വേണ്ടി കുറുപ്പമ്മാമൻ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കണെന്ന്. അച്ഛൻ പറ്റേ, അച്ഛന്റെ കൂടെ എല്ലാം ഞാൻ കഴിക്കില്ല. അച്ഛന് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ മോളെ. അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ദേ മോള് വേഗം ഊണ് കഴിച്ചാലേ കുറുപ്പമ്മാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞു തരാം. പുതിയ കഥ എന്ന് പറഞ്ഞിട്ട് എന്നും പറയും ഒരു പഴയ കഥ തന്നെ. എന്നും ഉണ്ട് ഒരു വെളിച്ചപ്പാടിന്റെ കഥ. കേട്ടാ പേടിയോ, പിന്നെ ഉറക്കവും വരില്ല. ഈ കുറുപ്പമ്മാമൻ നിന്റെ അച്ഛനെ പോലൊന്നും അല്ല. അയ്യയ്യോ, വായിച്ചു കൂട്ടിയതിനൊരു കയ്യും കിടക്കില്ല. ഭാരതം, ഭാഗവതം, തവളപ്പാറക്കൊമ്പൻ, ആധ്യാത്മരാമായണം, കിളിപ്പാട്ട്, കല്യാണിക്കുട്ടിയുടെ കടുങ്കൈ, അമ്പലക്കുന്ന രക്ഷി. മതി മതി മതി. ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായി പോയത്. ആ ആ ലാലിച്ച് വസ്ത്രമാക്കി ഒന്നിനോളം പോകുന്ന കുട്ടിക്ക് ഉരുളുരുട്ടി വായിൽ കൊടുക്കേ. വായിൽ പല്ലില്ലാത്തവർക്ക് ഉരുളുകൂട്ടി കൊടുത്ത സന്തോഷം ഇല്ലേ അച്ഛാ? പറയുമ്പോ ഞാൻ തുറന്നു പറയും. ഇഷ്ടമില്ല അച്ഛാ, വേണ്ട, മതി വഞ്ചിച്ചത്. കെട്ടിച്ചു കൊടുക്കാനുള്ള പ്രായമായി. നമുക്ക് ഈ കുറുപ്പമ്മാവനൊന്ന് കെട്ടിച്ചയക്കണം അല്ലേ മോളെ? പ്രായം നല്ലോണമായി. അതേ, അച്ഛനിന്ന് ഒത്തിരി എഴുതാനുണ്ട്. മോളിന്ന് രാത്രി എവിടെ കിടക്കുന്നേ? കുറുപ്പമ്മാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ? വേണ്ട വേണ്ട വേണ്ട, വെളിച്ചപ്പാട് ചത്തിട്ട് മതി എന്റെ അടുത്ത് കിടന്നുറങ്ങി. അത് വരെ അച്ഛന്റെ അടുത്ത് എന്നെ കിടന്നുറങ്ങിയാൽ മതി. കുട്ടികൾക്ക് ഉറക്കം വരില്ല, വെളിച്ചപ്പാടിനെ കൊല്ലാൻ പറ്റുമോ? എന്നോട് പറയാണ്ട് ഞാൻ അറിയാതൊന്ന് മിനിങ്ങി അല്ലേ? മിനിങ്ങേ? ഞാനോ? എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യേ ഇല്ലെന്ന്. ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം. ആ ചെയ്യേ. ഇന്ന് വേണോ? നാളെ പോരെ? ഒരു കൈ കൊണ്ട് ശിക്ഷിക്കുമ്പോ മറു കൈ കൊണ്ട് രക്ഷിക്കാം. ആരോടാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ഏതായാലും ജോലി കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം. അല്ല, ഞാൻ പറഞ്ഞ ശേഖരനെ തീരെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരാളവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യായി. പക്ഷേ അവന്റെ കാര്യത്തില് ആ ഭാഗ്യം ഇത്തിരി കുറവാ. ആ, എല്ലാം തികച്ച് ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ. അവന്റെ ഭാര്യയുടെ കാര്യമാണ്. നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ. ഒരു മകളുണ്ട്. ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും, ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ. കേക്കണ്ടേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ലവണ്ണം പഠിക്കണം കേട്ടോ. പോരാ പോരാ, അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ? അയ്യോ, അച്ഛൻ മറന്നല്ലോ. എന്ത്? പൊട്ട്. ഓയ്യോ. അല്ല, ഇവിടെ പുറപ്പാടും മേളപ്പതൊന്നും ആയിട്ടില്ലേ? എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടുകുത്തിയിരിക്കുക? കുറുപ്പമ്മന്റെ കൂടെ ഞാൻ സ്കൂളിൽ പോവില്ല. ഇവിടുന്ന് സ്കൂളിൽ എത്തുന്നവരെ വഴി കാണുന്നവരൊക്കെ വർത്താനം പറഞ്ഞിട്ട് നിൽക്കും. മോള് എന്നും ക്ലാസ്സിൽ എത്താൻ വൈകും. ആഹാ, അതാണ് പരിപാടി അല്ലേ? നാട്ടുകൂട്ടവും കാര്യസ്ഥവും ഒക്കെ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം മതി, മനസ്സിലായോ? ഞാൻ വഴിയിൽ ഒരു ഈച്ചോട് പോലും മിണ്ടാറില്ല. നോണയാ അച്ഛൻ, നോണ.
ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ വഴക്ക് പറഞ്ഞില്ലേ, നമ്മൾ വേഗം പൊക്കാം. പെൺകുട്ടികൾക്ക് വാശി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും. ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ? ഇപ്പൊ സമയം എത്രയെന്നറിയാം? ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ? ഒന്ന് തൊഴുതിട്ട് പോകാന്ന് കരുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണെന്ന് പറഞ്ഞു. ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല. മാഷെന്താ ഇതിലെ? ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘമുണ്ട്. ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും. എന്നാ വൈകണ്ട. അസ്സലാമു അലൈക്കും. എന്റെ അറബി ടീച്ചർക്ക് ഒരു സലാം ഓർക്കാൻ അറിഞ്ഞൂടെ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയതല്ലേ, ഫസ്റ്റ് ടെസ്റ്റ് തന്നെ നിങ്ങൾ പാസ്സായി. ഇദ്രുനി സുഷ്മത്, എങ്ങനെ? താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചതാ. അല്ല, അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ലോ. ഹിന്ദിയല്ല, അറബിയാ. മാപ്പാക്കണം. സലാം ചെല്ലാനും നിസ്കാരത്തുള്ള ദുഃഖം തോയി അല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പിയൂൺ മാഷ മൂസ. സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം നമ്മൾ ആചാരം അവിടെ വന്നതാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന്. റോട്ടുമല് വന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അപ്പോത്തിന് ആചാരം കെട്ടോള് മൂസ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് അന്നേരം കാണാൻ പറ്റാൻ ചെയ്യും. വെറും തോന്നരുത് കേട്ടോ. അല്ല, നിങ്ങൾ നമ്മള് മാഷുമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ആ വരി. പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ചോദിച്ചതുണ്ടല്ലോ, അതുപോലെ അറിയണ്ട. അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. വരി. ക്രെഡിറ്റ് കാർഡ് ഉടനെ കിട്ടുമെന്നല്ലേ കേൾക്കുന്നത്? ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ കഴിയുമെന്നുള്ള പൂതി ഈ ജന്മം നടക്കാൻ പോണില്ല. കേന്ദ്ര പാർട്ടി വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര പാർട്ടി പറഞ്ഞുകൊണ്ടൊന്നും വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വരി. ഇതാണ് നമ്മളെ പുതിയ അറബി മുൻസിറ്റി. മുനിഷിച്ചല്ലോ, മുനിഷി എന്ന് പറയണം. ആളെ മനസ്സിലായില്ലേ? മൂപ്പരാണ് മലയാളം മാഷ്. പേര് ജോസഫ്. ഇത് സുലോചന ടീച്ചർ. മൂപ്പര ഞാൻ കമാലുദ്ദീൻ. സയൻസ് ആണ് വിഷയം. നമസ്കാരം. എനിക്കങ്ങനെയുള്ള പരിമിതികളൊന്നുമില്ല. ഏത് വിഷയവും ഞാൻ കൈകാര്യം ചെയ്യും. വഅലൈക്കും അസ്സലാം. ഇരിക്കൂ. നല്ല ഭംഗിയുള്ള ടീച്ചറല്ലേ? എന്താ? എന്റെ പേര് ഗായത്രി എന്നാ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? അബ്ബാസ്, അബ്ദുള്ള, മുഹമ്മദ്, ഉസ്മാൻ, അൻജു, സൂറ, കൽജ, നസീമ, സുബൈദ, സീനത്ത്, റഫിയ, ജമീല, സൈനബ, സബീന, നൗഷാദ്, അൻവർ, സിദ്ദീഖ്, ഇബ്രാഹിം, ഇബ്രാഹിം, ഖാദർ, സലാഹുദ്ദീൻ, അലി, സക്കിന, അബിത, റംല, ഷമില, സഫിയ. നിങ്ങളുടെ പൊരേടിയാ ടീച്ചറെ? നിങ്ങളുടെ പൊരേടിയാന്ന്. എന്താ? ടീച്ചറുടെ വീട് എവിടെയാണെന്നാ ചോദിച്ചത്. ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും. ടീച്ചറുടെ വീട് പാലക്കാടാ. ടീച്ചറുടെ മകനെ കഴിഞ്ഞാണോ? എന്താ? ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ എന്നോ അവര് ചോദിച്ചത്. ആണോ? മംഗലം കഴിഞ്ഞതല്ലാന്ന്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളി. നിങ്ങളൊന്ന് പോയാട്ടെ മാഷ, ആളെ സ്വീപ്പാക്കാതെ. എന്താണ് ചിരിക്കുന്നത്? സൈലന്റ്, സൈലന്റ്. എങ്ങോട്ടാ വളരെ ഓർമ്മ? വായുളി വാങ്ങിക്കാനൊന്ന് പോണോ? എന്താ? വിവരം അറിഞ്ഞില്ലേ? ഇല്ല. ഇതറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേന മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് പറയടോ. ആചാര്യയുടെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു. നമ്പൂരി പെൺകുട്ടി? ഒരു നമ്പൂരി പെൺകുട്ടി മേറ്റഭാഷ പഠിപ്പിക്കേ? ഈ കഷ്ടം. ആ ശേഖരൻ മാഷ ശുപാർശയാന്നാ കേട്ടത്. അയാളെ അങ്ങനെയൊക്കെ ചെയ്യൂ. ഈശ്വരൻ ബ്രഹ്മനും ഇല്ലാത്ത ഭാഷകള്. നല്ല ചെത്തിപ്പൂവിന്റെ നിറവും പനങ്കുല പോലത്തെ മുടി, ആ മുഖം കാണാൻ എന്തൊരു ഐശ്വര്യ. താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്നാലും നമ്പൂരിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കോട്ട് ഊഹിക്കാലോ. അല്ല മേന്നെ, എനിക്കൊരു സംശയം. ഇത് ഹാജിയാരും മനഃപൂർവ്വം ചെയ്ത പണിയാണോ? എങ്ങനെ? അല്ല, മേനും ഹാജിയാരും തമ്മിൽ അത്ര സുഹൃത്തിലല്ലോ. അപ്പൊ ഹിന്ദുക്കളുടെ സഹതാപം പിടിച്ചു വെച്ചാൽ ഹാജിയാര് കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടും ആയിരിക്കുമോ ഇത്?
സൂറാബി ദേ ടീച്ചർ പറഞ്ഞു. അയ്യോ അറബി സംഭവിച്ചു പോണ്. വരി ദീവാത്തോ ഷക്കീല വരി വരി. ദേ അറബി സംഭവിച്ചു പോണ കാണാൻ വരി വരി. റെംല നസീമ ദേ അറബി സംഭവിച്ചു പോണ. വരി വരി വേഗം വരി. അമ്മായി അമ്മായി അമ്മ അമ്മായി അമ്മായി അറബി സംഭവിച്ച് വരണുണ്ട്. കാണണമെങ്കിൽ വെക്കം വരി. അറബി സംഭവിച്ച അതെന്താടി അങ്ങനെ വിസ്തരിക്കണ്ട. അങ്ങോട്ട് നോക്കി ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണ് ഓളി മണി കിഴക്കാൻ കാണുള്ള. പിന്നെ എങ്ങനെ നിങ്ങൾ കാണാം? രാത്രി കുട്ടിയെ ആമിനമ്മ. ഉമ്മ ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ, രാത്രി കുട്ടി. നിങ്ങൾ നടന്നോളി. വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഓ ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാന്ന് അതൊന്നും പറ്റൂല. നമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ പെരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മള് പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പഠിച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ, മീൻ കച്ചവടം.